ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ പൈശാചിക ശക്തികളുമായിട്ടുണ്ടായ ഒരു യുദ്ധത്തിൽ കർത്താവ് എനിക്കൊരു നല്ല വിജയം തന്നതുകൊണ്ട് രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് എനിക്ക് ഒരു പ്രേരണയുണ്ടായി. കർത്താവ് ഒരു വിജയം തരുമ്പോൾ നാം സന്തോഷിക്കണമല്ലോ, അതൊരു അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ അതിനുവേണ്ടി തയ്യാർ ചെയ്തു. കർത്താവ് ഒരു വചനം തന്നു. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമെ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തരും താന്താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. നമ്മുടെ സർവശക്തനായ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവൻ്റെ സർവശക്തി എത്ര വലുതാണെന്ന് കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ദൈവം മോശയെയും അഹ്റോനെയും വിളിച്ച് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് ഫറവോൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. മോശയ്ക്ക് കൊടുത്ത ആ വടി അഹ്റോൻ അന്ന് അത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ആ വടി ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം ഉൾപ്പെടപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായതിനു ശേഷം നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുവാനായിട്ട് പറഞ്ഞു. ആ വടി നിലത്തിട്ടപ്പോൾ അതൊരു പാമ്പായി. മോശ ഭയന്ന് പിന്മാറിയപ്പോൾ നീ അതിൻ്റെ വാലിൽ പിടിച്ചെടുക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അതെടുത്തപ്പോൾ വീണ്ടും വടിയായിട്ട് തീർന്നു. ആ ദൈവം തനിക്ക് കൊടുത്ത അധികാരവുമായിട്ടാണ്, ആ വടിയുമായിട്ടാണ് ഇപ്പോൾ ഫറവോൻ്റെ അടുക്കിലേക്ക് മോശ കടന്നിരുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് മോശയ്ക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തൻ്റെ കായിക ബലം കൊണ്ട് അവൻ തയ്യാറെടുത്തപ്പോൾ അമ്പയെ പരാജയപ്പെടുകയും ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയും തുടർന്ന് അവൻ ആ ദേശം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില പരാജയങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടും കഴിവുകൊണ്ടും നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം അത് പരാജയപ്പെടുത്തി കളയും. എന്നാൽ 40 വർഷത്തെ തകർച്ചയ്ക്ക് ശേഷം മോശയെ ദൈവം ഇപ്പോൾ അഭിഷേകം ചെയ്ത്, മോശ ഇനി ഞാനിതിന് തയ്യാറല്ല, എനിക്കിതിന് കഴിവില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഒഴിവുകഴിവുകൾ പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് നീ ശരിയായതെന്ന് പറഞ്ഞ് ദൈവം മോശയെ അയക്കുകയാണ്. അങ്ങനെ മോശ തൻ്റെ സഹോദരനായ അഹ്റോനെയും കൂട്ടി ഫറവോൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് എൻ്റെ ജനത്തെ മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിട്ടയക്കുവാനായിട്ട് ഫറവോനോട് ആവശ്യപ്പെടുക. എന്നാൽ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും അനേക കഠിനതകളിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തുകയും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒന്നൊന്നായി മോശ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുവാൻ തക്കോണം ദൈവം മോശയെ ഉപയോഗിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോശ അഹ്റോൻ തൻ്റെ കയ്യിൽ നിന്ന് വടി നിലത്തിട്ടു. അപ്പോൾ അത് പാമ്പായി തീർന്നു. ഉടനെ ഫറവോ രാജാവ് ഉടനെ താൻ തെറ്റിപ്പോറ്റി വളർത്തുന്ന മന്ത്രവാദികളെയും ശുദ്രക്കാരെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരുത്തൻ വന്ന് തൻ്റെ കയ്യിൽ നിന്ന് വടി നിലത്തിട്ട് അത് പാമ്പാക്കിയിരിക്കുന്നു, നിങ്ങൾക്കത് ചെയ്യുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ മിസ്രൈമെ മന്ത്രവാദികളായി ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ ആ നിലത്തിട്ടിരുന്ന വടി അത് പാമ്പായി. അവരും തങ്ങളുടെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. ഇന്ന് അനേക പൈശാചിക ശക്തികളുടെ മറവിൽ നിന്നുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണുമ്പോൾ നാം വിചാരിക്കും നമ്മുടെ ദൈവത്തെക്കാൾ ശക്തി അതിനുണ്ടോ എന്ന് പലപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്ന അനേക ദൈവമക്കൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എന്നാൽ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി അതിനൊരിക്കലും ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനും അറിയുവാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവയും സർപ്പങ്ങളായി തീർന്നു, എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്കെതിരെ ആരൊക്കെ എത്രമാത്രം ക്ഷുദ്രങ്ങളോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ബില്ലിസൂന്യങ്ങളോ സേവനങ്ങളോ ചെയ്താലും, എന്തെല്ലാം ബ്ലാക്ക് മാജിക് ഇടപാടുകളെല്ലാം ചെയ്താലും, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയുള്ള ഒരു ശക്തിയും ഈ ഭൂമുഖത്തില്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ മറ്റുള്ള എല്ലാ ശക്തികളെയും നമുക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. മോശ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും മന്ത്രവാദത്താൽ അവരുടെ മന്ത്രവാദം കൊണ്ട് അവർ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അമ്പയെ പരാജയപ്പെടുന്നത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ മോശയുടെ വടി, അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. അതെ, പിശാച് ചെയ്യുന്ന എല്ലാ മന്ത്രവാദത്തെയും എല്ലാ ആഭിചാരത്തെയും എല്ലാ ബില്ലിസൂന്യത്തെയും നമുക്ക് നശിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ സർവ്വശക്തിയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു അത്ഭുതകരമായ വാക്യമാണ്. കഴിഞ്ഞ രാത്രിയിൽ പൈശാചിക ശക്തികളുമായിട്ട് ഭയങ്കരമായ യുദ്ധത്തിൽ ഏർപ്പെടുവാൻ ദീർഘനേരം പ്രാർത്ഥനയിൽ പോരാടുവാനൊക്കെ ദൈവം ഇടവരുത്തി. ഞാൻ വിചാരിച്ചു അത് ജയം അല്പം താമസിച്ചിട്ടായിരിക്കുമെന്നെല്ലാം ഞാൻ വിചാരിച്ചു. എന്നാൽ ദൈവം രാത്രിയിൽ തന്നെ ഞാൻ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് വിജയം തന്നു. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ക്ഷുദ്ര ശക്തികൾ മന്ത്രവാദത്താൽ ചെയ്ത എല്ലാ മന്ത്രവാദ ആഭിചാര ബില്ലുശൂന്യങ്ങളും തകർന്ന് താളടിയായി പോകുന്നത്
എനിക്ക് അറിയുവാൻ തക്കൊണ്ട് ഇടയായി തീരുകയും വലിയ സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ തക്കൊണ്ട് ദൈവം എന്നെ സഹായിക്കുകയും ചെയ്തു. പിശാച് മന്ത്രവാദത്താലും ആഭിചാരത്താലും നമ്മളെ പിടിപെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമുക്ക് പലവിധമായ ഡിസ്റ്റർബൻസ് നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലപ്പോൾ നാം ചെറിയ പാപത്തിലൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടാകാം. എന്നാൽ എല്ലാം ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം ആ പൈശാചിക ശക്തികളെല്ലാം തോൽപ്പിച്ച് നമുക്ക് ജയം നൽകുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് 7:18 വായിക്കുമ്പോൾ അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയടിച്ചു, അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു, അവർക്ക് കഴിഞ്ഞില്ല താനും. അവിടെ 7-9 മന്ത്രവാദങ്ങൾ ഇവർ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് മോശ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഓരോ തവണ ചെയ്യുമ്പോഴും ദൈവം തന്നെ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുക. എന്തിനാണ് ചിലപ്പോൾ നമുക്കെതിരെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്യുന്ന ആളുകളെ അവർ ഒരു പ്രാവശ്യം അടി കിട്ടി, 2 പ്രാവശ്യം അടി കിട്ടിയിട്ടും പിന്നെ പിന്മാറാതെ വീണ്ടും നമുക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ തക്കോണം, തൻ്റെ സർവ്വശക്തിയുള്ള വല്ലമ വെളിപ്പെടുത്തുവാൻ, ആ ശക്തി വെളിപ്പെടുത്തുവാൻ തക്കോണം അവൻ വീണ്ടും അവരുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് അവരെ ഉന്മൂലനാശമാക്കുവാൻ തക്കോണം കർത്താവ് അവരെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാം പലപ്പോഴും പ്രാർത്ഥിച്ചു, പിശാചു മാറിപ്പോയി, വീണ്ടും പ്രാർത്ഥിച്ചു, പിശാചു വന്നു മാറിപ്പോയി, വീണ്ടും വന്നു ഡിസ്റ്റർബൻസ് ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ പര്യവസാനം എന്ന് പറയുന്നത് അവൻ്റെ അമ്പേയുള്ള പരാജയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അഹരോൻ വടിയോടുകൂടെ കൈ നീട്ടി നിലത്തിലെ പൊടിയടിച്ചു, അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു. ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കുവാൻ, ഒരു പേനിനെ ഉളവാക്കുവാൻ തക്കവണ്ണം മോശയുടെ വടിക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മിസ്രൈമ മന്ത്രവാദികൾക്ക് ഒരിക്കലും അങ്ങനെ പേൻ ഉളവാക്കുവാൻ അവരുടെ മന്ത്രവാദത്താൽ കഴിഞ്ഞില്ല. അത് ജീവൻ കൊടുക്കുവാൻ ഒരു മന്ത്രവാദത്തിനും കഴിയില്ല. ജീവൻ എടുക്കുവാനായിട്ട് അവർക്ക് കഴിയും. അതെ, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കുവാനുമായിട്ടാണ് കള്ളൻ വരുന്നത്. പിശാച് വരുന്നത് നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ, നമ്മുടെ സമാധാനത്തെ എടുത്തു കളയുവാൻ, നമുക്ക് പലവിധമായ നഷ്ടങ്ങൾ വരുത്തുവാൻ, നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനൊക്കെയാണ് പിശാച് വരുന്നത്. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. അവൻ നമ്മുടെ സർവ്വശക്തനായ ദൈവമാണ്. അതുപോലെ തന്നെ പുറപ്പാട് 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പരിനിമിത്തം മന്ത്രവാദികൾക്കും മോശയുടെ മുമ്പാകെ നിൽക്കുവാൻ കഴിഞ്ഞില്ല, മന്ത്രവാദികൾക്കും എല്ലാ മിസ്രൈമ്യർക്കും ഉണ്ടായിരുന്നു. നമുക്കെതിരെ വരുന്ന സാത്താന്റെ ചില അമ്പുകൾ നാം പ്രാർത്ഥിച്ച് വേറെ ദിശയായിട്ട് തിരിച്ചു പോകുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ വരേണ്ടതായിട്ടുള്ള ഇങ്ങനെയുള്ള ആ പരുക്കൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾ മന്ത്രവാദത്താൽ ചെയ്യുന്നവരുടെ വീടുകളിലേക്ക്, അവരുടെ സ്വന്തക്കാരുടെ അടുക്കിലേക്ക് തിരികെ പോയി അവിടെ അത് വലിയ പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലെ ഈ കഴിഞ്ഞ വർഷം 2024 എന്ന് പറയുന്നത് പൈശാചിക ശക്തികൾ എനിക്കെതിരെ മന്ത്രവാദത്താൽ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്തു, കൂട്ടത്തോടെ എനിക്കെതിരെ ചെയ്തു. അതെല്ലാം ഞാൻ പോകെ പറയുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ നിന്നുകൊണ്ട് അത് പറയുവാനായിട്ട് കുറച്ച് അസൗകര്യങ്ങളുണ്ട്. എന്നാൽ ഒരു സമയത്ത് ഞാനത് മുഴുവനായിട്ട് വെളിപ്പെടുത്തുന്നതായിരിക്കും. എനിക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ഒരു വലിയ വിജയം തരികയായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ പ്രിപ്പയർ ചെയ്തു. 3 ദിവസം ഉപവാസം എടുത്തപ്പോൾ ഏതെല്ലാം തരത്തിൽ പിശാചുക്കൾ വരും, ഏതെല്ലാം തരത്തിൽ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വരും എന്നുള്ളത് പല മൃഗങ്ങളിലൂടെയും പക്ഷികളിലൂടെയും പല വണ്ടുകളിലൂടെയും തേളുകളിലൂടെയും പാമ്പുകളിലൂടെയും പല ഇഴജാതികളിലൂടെ എല്ലാം ദൈവം എനിക്ക് കാണിച്ചു തന്നു. നാം വിചാരിക്കുന്നത് ചില കുളവികൾ നമ്മുടെ വീട്ടിൽ വന്ന് കൂടുകൂട്ടിയാൽ അത് കുഴപ്പമില്ലല്ലോ, അസൗകര്യമില്ലല്ലോ എന്നല്ല നാം വിചാരിക്കുക. അതൊക്കെ ചില ശത്രു വായിക്കുന്ന, പിശാച് വായിക്കുന്ന ചില വസ്തുക്കളാണ് നാം തിരിച്ചറിഞ്ഞു കൊള്ളണം. ദൈവം അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ പരിനിമിത്തം മന്ത്രവാദികൾക്ക് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മോശ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു, അഹരോൻ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു പരിമാറുവാൻ. അതേ, മന്ത്രവാദികൾ നമുക്കെതിരെ മന്ത്രവാദം ചെയ്യുമ്പോൾ നമുക്കെതിരെ വരേണ്ടതായിട്ടുള്ള അഗ്നിയസ്ത്രങ്ങളെ കർത്താവായ യേശു തിരികെ അവരുടെ അടുക്കിലേക്ക് അയക്കും. അവരുടെ സ്വന്തക്കാരുടെ അടുക്കിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് അത് ചെന്ന് അവിടെ ഭയങ്കരമായ നാശങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മന്ത്രവാദവും ബില്ലിസൂന്യവും ആഭിചാരവും നിനക്കെതിരെ ചെയ്യുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ചില ശല്യങ്ങളൊക്കെ നിനക്കുണ്ടാക്കിയേക്കാം. എന്നാൽ നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മീയമായി യുദ്ധം ചെയ്യുമ്പോൾ അവയെല്ലാം തിരിച്ചു ദൈവം അവരുടെ അടുക്കിലേക്ക് വിട്ട് അവരെ നാശമോശമാക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ചിലർ മരിക്കേണ്ടതായിട്ട് വരും, ചിലർ രോഗങ്ങളെ പിടിപെടേണ്ടതായിട്ട് വരും, ചിലരുടെ കുടുംബം തരിപ്പണമായി പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. അതേ, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവവചനം നമ്മോട് പറയുന്നു. അവന് നമ്മൾ ഇടം കൊടുക്കരുത്. ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുന്നതിനെ കുറിച്ചാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകും. ചിലപ്പോൾ അതും ഒരു അർത്ഥത്തിൽ ശരി തന്നെയാണ്. പിശാചിന് ഇടം കൊടുക്കരുത്, പാപം ചെയ്യുമ്പോൾ അവന് ഇടം കൊടുക്കണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് പിശാചി വന്ന് നമ്മളെ അങ്ങ് നെഗറ്റീവ് എനർജി തന്ന് താഴേക്ക് തള്ളിക്കൊണ്ടിരിക്കും. നീ ജയിക്കില്ല, നിന്നെ തോൽപ്പിക്കാൻ പോവുകയാണ്, നീ പരാജയപ്പെടാൻ പോകും, നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവം പറയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്, അവനോട് എതിർത്ത് നിൽക്കുവിൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചെ ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ നിന്ന് ക്രിയ ചെയ്യുന്നത് പിശാചാണ്. നാം അത് തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചെ നിന്നോട് എതിർത്ത് നിൽക്കുന്നു പറയുമ്പോൾ അവന് പോകാതിരിക്കാൻ കഴിയുകയില്ല. കാരണം യേശുവിന്റെ നാമം അത്ര വലിയ നാമമാണ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ വചനം കേൾക്കുമ്പോൾ നീ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീ ഭയപ്പെടേണ്ട. നിന്നെ നശിപ്പിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല. കാരണം നിന്റെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ദൈവം വെച്ചിരിക്കുന്ന സമയത്തിന് മുമ്പ് നിന്നെ ഈ ലോകത്തിലെ ഒരു പിശാചിനോ ഒരു മനുഷ്യനോ എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് നമുക്ക് സുരക്ഷിതനാണ്. അവൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നവനാണ്. എന്നാൽ പിശാചിൻ്റെ കോട്ടയിൽ വലിയ ഇടിവും വലിയ തകർച്ചയും വലിയ നടുക്കവും പിടിവിടുവാൻ തക്കവണ്ണം നാം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പിശാചിനോട് എതിർത്ത് നിൽക്കുക. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ വലിയവനായ കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് വചനം കേൾവി നമുക്ക് ഇടയായിത്തീരട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.